യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യാസ്ത്രീയുമത്രേ. നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതെ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി. നീ വളർന്ന് വലിയവളായി അതിസൗന്ദര്യം പ്രാപിച്ചു. നിനക്ക് ഉന്നത സ്തനവും ദീർഘകേശവും ഉണ്ടായി. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ നിന്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തകശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടുവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ട് പുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കുമിട്ടു, തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു. ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു. നിന്റെ ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്ത്രവുമായിരുന്നു. നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു. നിനക്ക് രാജ്യത്വവും സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വഴി പോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു. അത് അവനുള്ളതായിരുന്നു. നിന്റെ വസ്ത്രങ്ങളിൽ ചിലത് നീ എടുത്തു. പല നിറത്തിൽ പൂജാഗിരികളെ തീർത്തലങ്കരിച്ചു, അവയുടെ മേൽ പരസംഗം ചെയ്തു. ഈ വക സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയും ഇല്ല. ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്ത് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു. നിന്റെ വിചിത്ര വസ്ത്രങ്ങളെ നീ എടുത്ത് അവയെ പുതപ്പിച്ചു. എൻ്റെ എണ്ണയും കുന്തിരുക്കവും അവയുടെ മുമ്പിൽ വെച്ചു. ഞാൻ നിനക്ക് തന്ന ആഹാരമായി നിന്റെ പോഷണത്തിനുള്ള നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു. കാര്യം ഇങ്ങനെയായി എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജനബലിയായി അർപ്പിച്ചു. നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീ എൻ്റെ മക്കളെ അറുത്ത് അഗ്നിപ്രവേശം ചെയ്യിച്ച് അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ നിന്റെ സകല മ്ലേച്ഛതകളിലും പരസംഗങ്ങളിലും നീ മുമ്പേ നഗ്നയും അനാവൃതയുമായി രക്തത്തിൽ കിടന്നുരുണ്ട നിന്റെ യൗവനകാലം ഓർത്തില്ല. നിന്റെ ദുഷ്ടതയൊക്കെയും പ്രവർത്തിച്ച ശേഷമോ നിനക്ക് കഷ്ടം കഷ്ടം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ ഒരു കമാനം പണിതു, സകല വീഥിയിലും ഓരോ പൂജാഗിരി ഉണ്ടാക്കി, എല്ലാ വഴിത്തലക്കിലും പൂജാഗിരി പണിതു. നീ നിന്റെ സൗന്ദര്യത്തെ വഷളാക്കി
വഴി പോകുന്ന ഏവനും നിന്റെ കാലുകളെ അകത്തി നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു. മാംസപുഷ്ടിയുള്ള മിസ്രൈമ്യരായ നിന്റെ അയൽക്കാരോടും നീ പരസംഗം ചെയ്ത് എന്നെ കോപിപ്പിക്കേണ്ടതിന് നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്റെ നിത്യച്ചെലവ് കുറച്ചു. നിന്നെ ദ്വേഷിക്കുകയും നിന്റെ ദുർമാർഗത്തെക്കുറിച്ച് ലജ്ജിക്കുകയും ചെയ്യുന്ന ഫെലിസ്ത്യ പുത്രിമാരുടെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു. മതിവരാത്തവളാകയാൽ നീ അശൂര്യരോടും പരസംഗം ചെയ്തു. അവരുമായി പരസംഗം ചെയ്തിട്ടും നിനക്ക് തൃപ്തി വന്നില്ല. നീ കനാൻ ദേശത്തും കൽദയ ദേശം വരെയും നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു. എന്നിട്ടും അതിനാലും നിനക്ക് തൃപ്തി വന്നില്ല. നാണം കെട്ട വേശ്യയുടെ പ്രവൃത്തിയായിരിക്കുന്ന ഇതൊക്കെയും ചെയ്തതിൽ നീ എല്ലാ വഴിത്തലയ്ക്കലും കമാനം പണിതു. സകല വീഥിയിലും പൂജാഗിരി ഉണ്ടാക്കിയതിൽ നിന്റെ ഹൃദയം എത്ര മാരമാൽ പൂണ്ടിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ കൂലി നിരസിക്കുന്നത് കൊണ്ട് വേശ്യയെപ്പോലെയല്ല, ഭർത്താവിനു പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേശ്യാസ്ത്രീകളും സമ്മാനം വാങ്ങുന്നു. നീയോ നിന്റെ സകല ജാരന്മാർക്കും സമ്മാനം നൽകുകയും നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് നാലു പുറത്തുനിന്നും നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു. നിന്റെ പരസംഗത്തിൽ നിനക്ക് മറ്റു സ്ത്രീകളുമായി ഒരു വൈപരീത്യം ഉണ്ട്. നിന്റെ അടുക്കൽ പരസംഗത്തിന് ആരും വരുന്നില്ല. നീ സമ്മാനം വാങ്ങുകയല്ല, സമ്മാനം കൊടുക്കുകയത്രേ ചെയ്യുന്നത്. അതിലാകുന്നു വൈപരീത്യമുള്ളത്. ആകയാൽ വേശ്യാസ്ത്രീയെ, യഹോവയുടെ വചനം കേൾക്ക.